ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ആദ്യത്തെ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വീഡിയോ ആണേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പവർ സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഈ ഒരു ബോർഡിൽ നമുക്ക് രണ്ട് പവർ സെക്ഷനാണുള്ളത്. അതിനെ പവർ റെയിൽ എന്നാണ് പറയുന്നത്. പവർ റെയിൽ ഇപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരു പവർ റെയിലും ഉണ്ട്, 5 വോൾട്ടിൻ്റെ ഒരു പവർ റെയിലും ഉണ്ട്. ഇവിടെയാണ് 12 വോൾട്ട് നമ്മൾ നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് കൊടുക്കുന്നത്. ആ 12 വോൾട്ടിലെ പവർ ഇതുവഴി കയറി ഇവിടെ ഒരു ഡയോഡുണ്ട്. ആ ഡയോഡിലൂടെ കയറി 5819 എഴുതിയിട്ടില്ലേ, അതാ ഡയോഡ്. ആ ഡയോഡിലൂടെ കയറി ഈ ലീനിയർ റെഗുലേറ്ററിലേക്ക് വരും. ഈ ലീനിയർ റെഗുലേറ്ററാണ് ഈ 12 വോൾട്ടിനെ 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 വോൾട്ട് നമ്മൾ ഈ ഐ സിയുടെ പവറിനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പോൾ ആർഡുയിനോ ആണെങ്കിലും നമ്മുടെ FST IC ആണെങ്കിലും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ 5 വോൾട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മെയിൻലി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ റെഗുലേറ്റർ ഐ സി വേണം. പിന്നെ ഇതാണ് നമ്മുടെ DC ജാക്ക്, നമ്മുടെ പവർ കൊടുക്കുന്ന DC ജാക്ക്. പിന്നെ 100 നാനോ ഫാരഡിൻ്റെ 2 കപ്പാസിറ്റർ ഇതുപോലെ ഇരിക്കും. 100 നാനോ ഫാരഡിൻ്റെ 2 കപ്പാസിറ്റർ. പിന്നെ ഇതുണ്ടല്ലേ, ഇത് 100 മൈക്രോ ഫാരഡ് 16 വോൾട്ട്. 100 മൈക്രോ ഫാരഡ് 16 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ. പിന്നെ 10 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ. പിന്നെ ഡയോഡ്. ഇത് ശ്രദ്ധിച്ച് നോക്കിയതിൻ്റെ നമ്പർ കാണാം, 5819 എഴുതിയിട്ടുണ്ട് കണ്ടോ, 5819. ആ ഡയോഡാണ് വേണ്ടത്. അപ്പോൾ ഈ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ കളേർഡ് ഭാഗമാണ്. ഈ ഗ്രേ കളറുള്ള ഭാഗമാണ് നെഗറ്റീവ്, മറ്റേതാണ് പോസിറ്റീവ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക, അത് മറന്നു പോകരുത്. തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കപ്പാസിറ്ററിനുണ്ട് നെഗറ്റീവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ മൈനസ് കിടക്കുന്ന ഈ ലെഡാണ് നെഗറ്റീവ്. ഇനി അത് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കണമെങ്കിൽ ഈ നീളമുള്ളതാണ് നെഗറ്റീവ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ്, ഈ നീളമുള്ളത് പോസിറ്റീവ്. മാർക്കിംഗ് ഇല്ലാത്തത് പോസിറ്റീവാണ്. നമ്മുടെ ബോർഡിൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വെക്കുന്നിടത്ത് ഇങ്ങനൊരു റൗണ്ടും ഈ കളേർഡ് ഭാഗമുണ്ട്. ഈ കളർ ചെയ്തിരിക്കുന്ന ഭാഗം നെഗറ്റീവാണ്, ഇപ്പുറത്താണ് പോസിറ്റീവ്. ഇത് കളേർഡ് ഭാഗം നെഗറ്റീവാണ്, അത് മറന്നു പോകരുത്. അപ്പം ഞാനിത് സോൾഡർ ചെയ്തിട്ട് ബാക്കി ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ.